ചങ്ങാതിമാരെ, നിങ്ങൾ പല ടൈപ്പുള്ള ചിക്കൻ്റെ ഐറ്റം കഴിച്ചിട്ടുണ്ട്. ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ പേരളൻ എന്ന ഈ സാധനം കഴിച്ചിട്ടുണ്ടോ? സംഭവം പൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിട്ട് ചങ്ങാതിമാരെ. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മളെ കലാപരിപാടിയിലേക്ക് വെച്ച് പിടിപ്പിച്ച് ആദ്യം തന്നെ ഇതുപോലെ സ്റ്റൈലായിട്ട് തീ പിടിപ്പിക്കുക. അതിന് ശേഷം ഉരുളി വെക്കുക. ഉരുളി വെച്ച ശേഷം അതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക. കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക കേട്ടോ. കാശ്മീരി ചില്ലി ഇട്ട ശേഷം ലേശം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ലേശം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇത്ര ഇട്ട ശേഷം നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് എടുത്ത് ഈ മസാല എല്ലാം കൂടെ അങ്ങ് തേച്ച് പിടിപ്പിക്കുക. ആ തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ചാനലായ ഷെഫ് നിപുത ആൽക്കമിസ്റ്റ് ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ, ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ വാരി വിതറാനും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ മറക്കല്ല. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടക്കാച്ച് ചിക്കൻ്റെ ഐറ്റമാണ്. ഇതിൻ്റെ പേരും കൂടെ നിങ്ങളൊന്ന് താഴെ നിന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ എൻ്റെ ചങ്ങാതിമാരെ. അപ്പം മസാലയൊക്കെ ഇതുപോലെ ഒന്ന് തേച്ച് പിടിച്ച് കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഉപ്പും കൂടെ വാരി വിതറുക. ഉപ്പും കൂടെ വാരി വിതറിയ ശേഷം ഇവനെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക. ആ ഉപ്പും മസാലയൊക്കെ ഒന്ന് ചിക്കനിലൊന്ന് നല്ലോണം പിടിപ്പിക്കുക. അപ്പോൾ ചെറു ചൂടിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത് കേട്ടോ. കാരണം ആ മസാല പച്ചച്ചുവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ് ചെറു ചൂടിൽ നമ്മൾ ചെയ്യുന്നത്. അതിന് ശേഷം ഇവനെ മാറ്റി വെച്ച ശേഷം ഉരുളി എടുക്കുക. ഉരുളിയിലേക്ക് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് ശേഷം ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഇതിലിട്ട് ഇങ്ങനെ അങ്ങ് മൂപ്പിച്ചെടുക്കുക. അവനൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് വെളുത്തുള്ളി കുനുകുനാന്നരിഞ്ഞ് വെളുത്തുള്ളി എടുത്തൊരു മറിക്കുക. മറിച്ച ശേഷം ആ ഇഞ്ചി വെളുത്തുള്ളി ആ എണ്ണയ്ക്കകത്തിട്ട് നല്ലോണം അങ്ങ് മൂപ്പിക്കുക. നല്ല സ്മെല്ല് വരുന്നത് ഇതുപോലെ അങ്ങ് മൂപ്പിച്ചെടുക്കുക. ഏകദേശം ഇവനൊന്ന് കളറൊക്കെ മാറി ലൈറ്റ് ഗോൾഡൻ കളറായി വരുമ്പോഴേക്ക് സവോള കുനുകുനാന്നരിഞ്ഞ സവോള എടുത്തിട്ട് മറിക്കുക. എന്നിട്ട് ഇതിലിട്ടങ്ങ് റോസ്റ്റ് ചെയ്യുക. അവനും നല്ല കളറാകുന്ന വരെ ഇങ്ങനെ റോസ്റ്റ് ചെയ്യണം കേട്ടോ. ആ സമയത്ത് നമ്മുടെ നല്ല കിടുക്കാച്ചി ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട്. ബീഫ്, ചിക്കന്, കേരമീൻ, ചെമ്മീൻ, മാങ്ങ, നാരങ്ങ, ബീഫ് ഇടിച്ചത്, ഉണക്കസ്രാവിൻ്റെ അച്ചാറും അതുപോലെ വെറൈറ്റികളൊക്കെ ഉണ്ട് കേട്ടോ. സാർ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ താഴെ കിടപ്പോൾ വാട്സപ്പിൽ ഹായ് എന്നൊരു മെസ്സേജ് അയച്ച് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ കുറേ വെച്ചിട്ട് ഏറ്റുമാനൂരോ കോട്ടയത്തിലൊക്കെ ഡയറക്റ്റ് വന്നേക്കാം. വാട്സപ്പ് നമ്പർ നമ്മുടെ പേജിൽ കിടപ്പുണ്ട്, താഴേക്ക് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പച്ചമുളക് 2 കീറിയ 3 കീറിയ എടുത്ത് പച്ചമുളകും കൂടെ എടുത്തൊരു മറിക്കുക. എന്നിട്ട് അവനെയും ഇതിലിട്ടങ്ങ് മൂപ്പിച്ചെടുക്കുക. ആ പച്ചച്ചോവ മാറുന്നവരെ നല്ല രീതിയിലങ്ങ് മൂപ്പിച്ച ശേഷം തക്കാളി 2 തക്കാളി മതി കേട്ടോ. തക്കാളിയും കൂടെ ഇതുപോലെ നീളത്തിലരിഞ്ഞ ശേഷം അവനെയും ഇതിലേക്ക് ഇട്ടൊരു മറിച്ച ശേഷം ഏകദേശം ഇവനൊന്ന് വാടി ഈ ഒരു പാകത്തിനും പരുവത്തിനൊക്കെ ആയി വരുന്നവരെ ഇവനെ നല്ലോണം റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ചെയ്യുമ്പോഴൊന്നും സ്മെല്ല് വരും കേട്ടോ. ആ സ്മെല്ല് വരുന്നവരെ ഇവനെ റോസ്റ്റ് ചെയ്യണം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. അപ്പോൾ ഇവനെല്ലാം കൂടെ ഏകദേശം ഈ ഒരു പരുവായി വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. എൻ്റെ ചങ്ങാതിമാരെ, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ സാധനം ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം താഴെ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കല്ല എൻ്റെ ചങ്ങാതിമാരെ. അപ്പോൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ നല്ല സ്റ്റൈലായിട്ട് ഇതിലേക്ക് ഇടുക. എന്നിട്ടൊരു മറിക്കുക എൻ്റെ ചങ്ങാതി. എന്നിട്ട് ചെറു ചൂടിൽ വേണം കേട്ടോ, ഓവർ തീ ഉണ്ടാവില്ലേ, ചെറു ചൂടിൽ ഇവനെ ആ മസാലയും ആ അരപ്പും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് മിക്സ് ചെയ്യുക. ആ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ ചൂടിൽ നല്ല സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. എന്നിട്ട് നല്ല തേങ്ങാപ്പാൽ, ഫസ്റ്റ് തേങ്ങാപ്പാൽ വേണം കേട്ടോ. നല്ല തേങ്ങാപ്പാലും കൂടെ ആ തേങ്ങാപ്പാലും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. കാരണം എന്താണെന്ന് ഇതൊന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല പെരളനായിട്ട് വരും കേട്ടോ ഈ സാധനം കേട്ടോ. നല്ല സൂപ്പർ പെരളനായിട്ട് വരും. നിങ്ങൾ നല്ല ചിക്കൻ റോസ്റ്റും ചിക്കൻ കറിയും പല രീതിയിലുള്ള കഴിച്ചു, പക്ഷേ ഇത് ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്ക്. സംഭവം കിടുക്കാച്ചി കേട്ടോ. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു മാക്സിമം ഒരു 15 മിനിറ്റ് ഒന്ന് വേവാൻ, ആ ചിക്കൻ ഒന്ന് വേവാൻ. അപ്പോഴേക്ക് ആ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി ഇതുപോലെ ഇരിക്കും കേട്ടോ. കാരണം ഒരു എണ്ണമയൊക്കെ ഉണ്ടാവും കേട്ടോ, ലൈറ്റായിട്ടൊരു എണ്ണമയമൊക്കെ ഉണ്ടാവും. അതൊന്ന് മിക്സ് ചെയ്താൽ മതി. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്ക് നല്ല സൂപ്പർ ചിക്കൻ്റെ ഒരു ഐറ്റം ഇറങ്ങിയിട്ടുണ്ട്. സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. കണ്ടിട്ട് കൊതിയാകുന്നില്ല എൻ്റെ ചങ്ങാതി. ലാസ്റ്റ് ലേശം ഗരം മസാല, കുറച്ച് കറിവേപ്പില ഇതിന് മുകളിലേക്ക് ഇട്ടിട്ട് അവനെയും കൂടെ ഒന്ന് മിക്സ് ചെയ്യേണ്ട ചങ്ങാതി. ആവി പറക്കുമ്പോൾ തന്നെ കൊതിയാവുന്നില്ല, ഒരു രക്ഷയില്ല. അപ്പോൾ ഇതുപോലെയുള്ള കിടുക്കാച്ചി സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് വരാനും ഇതുപോലെ കൂട്ടുകാരന്മാർക്ക് ഷെയർ കൊടുക്കാൻ മറക്കല്ല. കാരണം വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റ് പോലും വേണ്ട ഇതുപോലെ കിടുക്കാച്ചി ഐറ്റങ്ങൾ ഉണ്ടാക്കി തകർത്തിട്ട് പൊളിക്കേണ്ട ചങ്ങാതി വരെ. അതുപോലെ നമ്മുടെ കയ്യിൽ ഹോം മെയ്ഡ് അച്ചാറുകളൊക്കെ ഉണ്ടെന്നറിയാമല്ലോ. ആ സാധനം ഓർഡർ ചെയ്യാനും വരുത്താനും കഴിക്കാനും മറക്കരുതിൻ്റെ ചങ്ങാതിമാരെ.